പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്ന്. ഒരു ചായ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? പുതിയ ആളാണല്ലേ? ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടാവൂല, ഞാനിവിടെ ആദ്യമായിട്ട് വരിക. എവിടുന്നാ? കുറെ തെക്കുന്നാ. ബസ്സൊന്നും വരുന്ന കണ്ടില്ലല്ലോ. എങ്ങനെയാ വന്നേ? ആ പോയ കച്ചിലോറി കയറി വന്നതാ. ഇവിടെ ഒന്ന് മൂത്രമൊക്കെ ഇറങ്ങി, അപ്പൊ ലോറി അങ്ങ് പോയി. ഈ സ്ഥലത്തിന് എന്താ പറയാ? മഞ്ചാടിക്കുന്ന്. മഞ്ചാടി.
എങ്ങോട്ട് പോയിരുന്നു? പണി അന്വേഷിച്ച് ഇറങ്ങിയതാ. ഇവിടെ എവിടെയെങ്കിലും ഒരു പണി തരപ്പെടുവോ? അതിപ്പോ കൂപ്പില് പണിയുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയേ ഉള്ളൂ. ഇനി സീസൺ വരണം. അല്ല, കൂപ്പിലല്ലാതെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പണി? ആ കുന്നും പുറത്ത് മുഴുവൻ കുടിയേറ്റക്കാരാ. അവിടെ ചെന്ന് അന്വേഷിച്ചാ എന്തായാലും പണി കിട്ടും. ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കും. പാല് ഒരു പഴം എടുത്തോട്ടെ. അതെ, പാലിന്റെ കാശത്രയും കുറയും. എടുത്തോ. അപ്പോഴേ നാളെ മുതൽ 20 പാല് കൂടി ജാസ്തി വേണം. ഫോറസ്റ്റ് ഓഫീസിൽ ഇപ്പൊ വലിയ തിരക്കാ. ചായ എമ്മടി ചെലവാണുണ്ട്. വാ. തങ്കേ, ഇതകത്ത് കൊണ്ടേക്ക്. വേഗം പരുത്തിക്കുരും പിണ്ണാക്കും തളിക്കൊണ്ടുവാ. മോനെ, അമ്മിണിക്കുട്ടിയെ പിടിച്ച് കൂട്ടിലാക്ക്. നീ പാല് പട്ട് കുടിക്കുന്നുണ്ടല്ലോ നിന്റെ കൂട്ടിലിടുന്നേ. ഏട്ടനിപ്പ വരാട്ടാ. വേഗം കുടിക്ക്. ആരാ? എന്താ? ഒരു പണി കിട്ടിയാ വലിയ ഉപകാരമാവും. ഇവിടെ ഇപ്പൊ പണിയൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു പണി മതി. അതിനിവിടെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, വലിയ കൂലിയൊന്നും വേണമെന്നില്ല. ആദ്യം അങ്ങനെയൊക്കെ പറയും, ഒടുക്കം മട്ടു മാറും. എന്തെങ്കിലും തന്നാ മതി. വേണ്ട വേണ്ട, ഇവിടെ പണിയൊന്നുമില്ല. വേണമെങ്കിൽ കുടിക്കും. തങ്കേ, മോൻ പറഞ്ഞാൽ അമ്മ കേൾക്കും. ഒന്ന് പറയണ്ട കുട്ടാ. കുട്ടനോ? ആ. ഇയാൾക്ക് എങ്ങനെ എന്റെ പേരറിയാ? അതൊക്കെ ഒരു വേലയല്ലേ മാഷേ. അപ്പോഴേ കുട്ടാ, ഒന്ന് അമ്മയോട് പറ കുട്ടാ. ഇയാള് പോയില്ലേ ഇതുവരെ? ഈ വിറക് ഞാൻ കീറിത്തരാം. എന്തെങ്കിലും തന്നാ മതി. കോടാലി ഇവിടെ. ഞാൻ കാണിച്ചു തരാം. മാഷേ, ഈ മരം ഒറ്റ പെട്ടെന്ന് 2 കഷ്ണമായി കാണിച്ചിട്ടെ. എന്നാ ഒന്ന് നോക്കാലോ. നോക്കിക്കോ മാഷേ, ഒരു കിളിക്കൂടെ ഉണ്ടാ? ഹായ്, നോക്കട്ടെ നോക്കട്ടെ. എവിടെ? 3 എണ്ണം ഉണ്ട്. കുയിലിന്റെ മുട്ടയാ? ഞാനും നോക്കട്ടെ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ?
കിളി ഇതിന്റെ മുകളിലിരുന്ന് കൂക്കൊന്ന് കൂവാറണ്ടേ? ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ പറയാ പോടാ നിന്റെ തോന്നലാന്ന്. ഇപ്പോഴോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞോളൂ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരിഞ്ഞിരുന്നെങ്കിലേ കിളിക്കുഞ്ഞുങ്ങളെ കിട്ടുമായിരുന്നു. അല്ല, ഇവിടെ കോഴിമുട്ട വിരിയാൻ വെച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ കൂടെ കൊണ്ട വെച്ചാൽ മതി, വിരിഞ്ഞു കിട്ടും. അപ്പൊ തള്ളക്കോഴി കോഴിക്കുഞ്ഞിന് പകരെ കിളിക്കുഞ്ഞിനെ കണ്ടാലോ? അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അന്നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കുഞ്ഞു വിരിയട്ടെ, തള്ളക്കോഴിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചാ മതിയല്ലോ. അത് ശരിയാ. എവിടേക്കാ ഈ ഓടണേ? നിക്ക് മോനെ, ഒന്ന് ശരിക്ക് കഴിക്കൂട്ടാ. കുട്ടൻ ഒരു ഉരുള ഉണ്ണുമ്പോ ഒരില അമ്മണിക്കുട്ടിക്ക് ഒരില ജാനുവിന്. എന്റെ കുട്ടാ, നീ കളി നിർത്തി മര്യാദയ്ക്ക് ഉണ്ണുന്നുണ്ടോ? ഉണ്ണുന്നുണ്ടല്ലോ. ആ ഉണ്ണുന്നു. എത്ര നേരം ഞാൻ ഇതും കൊണ്ട് നിന്റെ പുറകെ നടക്കുന്നു. അമ്മയ്ക്ക് എന്താ പിന്നെ വേറെ പണി? സമ്മതിച്ചു. ആ മോൻ കഴിച്ചാട്ടെ. അമ്മയുടെ മോനെ പെട്ടെന്ന് വലുതാവണ്ടേ? ഈ ഉരുള കഴിച്ചിട്ടാ ഇപ്പൊ വലുതാവും മോനെ. വിരിയാൻ വെച്ചിട്ടുണ്ടെന്ന് അമ്മയോട് പറയണ്ട കേട്ടോ. അതെന്താ അമ്മ വഴക്കുറയോ? അതേനെ, എപ്പോഴും അതെ. അമ്മയുടെ വിചാരേ അമ്മ വലിയ ആളാണെന്നോ. ഇപ്പൊ കൊറേ നേരമില്ലേ? ആ കിളിമുട്ട വിരിഞ്ഞിട്ടുണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം. ആള് കൊള്ളാലോടെ മാഷേ. വെച്ച ഉടനെ മുട്ട വരികയോ? അതിനൊക്കെ ഒരു സമയാവൂലേ? ക്ഷമിക്ക്. എടി തങ്കേ, ഞാൻ ചന്തയിലേക്ക് പോവാട്ടോ. ആടുകൾക്കൊക്കെ എലിയിട്ട് കൊടുക്കണം. മഴ വരുന്നു തോന്നുന്നു. ആ പശുക്കളെ കഴിച്ചു കെട്ടിക്കോ, മറക്കരുത്. വിറകൊക്കെ കീറി കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ? വേറെ പണിയൊന്നുമില്ല. ഇത് വേണം ഞാൻ കൊണ്ടേ കൊടുക്കാൻ ചന്തയിൽ. വേണ്ട, ഞാൻ തന്നെ കൊണ്ടേക്കോളാം. അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടോ. നിങ്ങളെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക? ഞാൻ കൂടെ പോവാമേ. ശരി, ചായക്കട കാണിച്ചു കൊടുക്കോ? ചായക്കട എനിക്കറിയാം. ശരി. ഇത് കുട്ടന്റെ അപ്പൻ എവിടെയാ? എവിടെയാ പണി? ഏതോ ലോറിയില്ല. വരാറില്ലേ? വല്ലപ്പോഴും വരും. വന്ന വഴക്കാ. അമ്മേനെ എപ്പോഴും തല്ലും, എന്നെയും തല്ലും. എനിക്ക് പേടിയാ. കള്ളമില്ല, കപടമില്ല, മായമില്ല, മന്ത്രമില്ല. ആർക്കും വയ്ക്കാം, ആർക്കും വയ്ക്കാം, ആർക്കും വയ്ക്കാം. 10 പൈസക്ക് 100 കപ്പലുണ്ട്. കപ്പലിന്റെ ലോട്ടറി, കപ്പലിന്റെ ലോട്ടറി. ആ അടിച്ചോ 10. 10 പൈസ ഒരു കണക്കിന് 10 പൈസ. 10 പൈസ. ആ വരണം. ആ 10 പൈസ. അങ്ങനെ വെച്ചോളൂ, ഇനി വെച്ചോളൂ. 10 പൈസ. 10 പൈസക്ക് 100 കപ്പലുണ്ട്. 100 കപ്പലുണ്ട്. 100 കപ്പലുണ്ട്. വെച്ചോളൂ, വെച്ചോളൂ, വെച്ചോളൂ. ആ 10 പൈസ കുട്ടികൾക്കും വയ്ക്കാം, കുട്ടികൾക്കും വയ്ക്കാം, എല്ലാവർക്കും വയ്ക്കാം. 10 പൈസ. 10 പൈസക്കാണ് 100 കപ്പലുണ്ട്. 50 കപ്പലുണ്ട്. 50 കപ്പലുണ്ട്. ആ 10 പൈസ. 10 പൈസ. 10 പൈസ കപ്പലിന്റെ ലോട്ടറി. ആ ഇറങ്ങിയോ? ആ ആ ആ ഓ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ആ ഇവിടെ 100 അടിച്ചു, 100 അടിച്ചു. ആ എന്നാ പിടിച്ചോ. ആ 20, 20, 20, 20, 40, 40. മാഷേ, താനേതായാലും സൂചിച്ചങ്ങനെ ഇരിക്കല്ലേ? എന്റെ മുതുകൊന്നും ചൊറിഞ്ഞു തന്നെ. ചൊറിയാം, പക്ഷേ
കപ്പലണ്ടി ലോട്ടറിയില് എനിക്ക് 0 കിട്ടിയ കാര്യം അമ്മയോട് പറയരുത്. ശരി. 100 കിട്ടിയത് എനിക്കാന്ന് പറയണം. അമ്പട വീര, താൻ ആള് കൊള്ളാവല്ല മാഷേ. ശരി, സമ്മതിച്ചു.
എന്റെ വീട് ആകെ നാശമായല്ലോ മാഷേ. നമുക്ക് ശരിയാക്കാം. ശരിയാക്കാം, പക്ഷെ താനും കൂടെ സഹായിക്കണം, ഏറ്റോ? വാ, ആദ്യം നമുക്ക് ഈ വൈക്കോലൊക്കെ ഒന്ന് നേരെയാക്കാം. പിന്നെ ഞാൻ തന്നെ എടുത്ത് പൊക്കിത്തരാം, താനൊക്കെ ശരിയാക്കണം. വാ, എനിക്ക് പേടിയുണ്ടോ? ഇല്ല. ഒട്ടും? വാ വാ. ഇല്ല ഇല്ല, ശരിക്കും പിടിച്ചോളൂട്ടാ. ഏറ്റടോ, താൻ ശരിയാക്കി വേഗം. അറിയോ താഴെ? വല്ലം പറ്റിയോ? ഹേയ്, രക്ഷിച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാറ്റും മഴയെ മൂർച്ഛിച്ചപ്പോ പള്ളിമേടക്കകത്ത് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലെ. ചെടിച്ചട്ടി മുഴുവൻ മറിഞ്ഞു വീണു. ആ ഓടും കുറെ നേരം പിളകി. ആ കാറ്റിന് ഇതിന്റെ ഗതി എന്താവുമെന്നായിരുന്നു എന്റെ പേടി. അതാ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഇതേ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. അതെങ്ങനെ ആ സമയത്ത് ഇയാളോട് വന്ന് വിട്ടു? പണിക്ക് വന്നതാ. പോകാൻ തുടങ്ങുമ്പോഴാ കാറ്റുമഴ വന്നത്. എന്താ നിന്റെ പേര്? ലൂയിസ്. ക്രിസ്ത്യാനിയാണല്ലേ? ഈ ഭാഗത്ത് വന്നിട്ട് എത്ര നാളായി? ഇന്നലെ രാവിലെ വന്നു. ഇവിടെ ആരുണ്ട്? ആരുമില്ല, അങ്ങനെ വന്ന് പെട്ടു. അപ്പൊ ഇന്നലെ വന്ന ഉടനെ ഇവിടെയാ പണിക്ക് വന്നത്? ഇവിടെ വന്നപ്പോഴാ ചോദിച്ച ഉടനെ പണി തന്നത്. ഓ, എവിടെയാ തന്റെ വീട്? കുറച്ച് അകലെയാണോ? കുറച്ച് അകലെന്ന് പറഞ്ഞാൽ? കൊല്ലത്തിനടുത്ത്. കൊല്ലത്തിനടുത്ത്? ഉള്ളോട്ട് പോണം. ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ? ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് പോണം. ലൂയിസ് അല്ലേ? ആട്ടെ, ലൂയിസിന് എന്തൊക്കെ പണി അറിയാം? അങ്ങനെയൊന്നുമില്ല അച്ചോ, ചെയ്യാവുന്ന എന്ത് പണിയും ചെയ്യും. അപ്പോ ലൂയിസിനോട് കാര്യം ചോദിച്ചോട്ടെ. എന്റെ പൊന്നച്ചോ, ഒറ്റ ശ്വാസത്തിന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ ശ്വാസം മുട്ടിക്കാതെ ചില പോലീസ് സ്റ്റേഷനിലെ പോലെ. വയറ്റിപ്പഴപ്പിന് വേണ്ടി കൂലിപ്പണിക്ക് ഇറങ്ങിയതാണ് ചോ, വിട്ടേര്. ഞാനതൊക്കെ മറന്നു. ചോദ്യം ചോദിച്ചു തുടങ്ങിയ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് സെമിനാരിയിൽ പിള്ളേരെ പഠിപ്പിച്ചുള്ള ശീലമാണ്. ഓർക്കാപ്പുറത്താണെങ്കിലും അന്നേരം ലൂയിസ് ഇവിടെ വന്നു പെട്ടത് ദൈവസഹായമായി, അല്ലേ മേരിക്കുട്ടി? അതെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെരേസയെ കണ്ടില്ലല്ലോ ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. ചേച്ചി, ഇന്നലെ രാത്രി കാറ്റും മഴ വന്നപ്പോ സിസ്റ്റർ മടത്തി കിടന്ന് കരച്ചിലായിരുന്നു അത്രേ. ചേച്ചിയുടെ മോന്റെ കാര്യം ഓർത്തിട്ടെ. കുട്ടനേക്കാ ഇളം മനസ്സാ സിസ്റ്ററിന്. നോയിക്കുട്ടാ, അച്ഛന് സ്തുതി പറഞ്ഞില്ല. എടുക്കാൻ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതി ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? മേരിക്കുട്ടി, ഞാൻ ഇറങ്ങുന്നു. ലൂയിസ്, ഇവിടുത്തെ പണിയോ കഴിഞ്ഞിട്ട് പള്ളിയിലേക്കൊന്ന് വരണം. അടുത്ത ഇന്നലത്തെ കാറ്റിന് കുറെ ഓടളകി പോയി, അതൊക്കെ ഒന്ന് നേരെയാക്കണം. പിന്നെ അല്ലറ ചില പണികളൊക്കെ ഉണ്ട്. ഞാനിതില് വരുമ്പോഴേ ഒരു വലിയ പുലി ആനയുടെ അത്രയ്ക്കുണ്ട്. ആനയുടെ അത്ര പുലിയോ? അത്രയില്ല. മനസ്സിലായി. എന്നിട്ട് എനിക്ക് എന്റെ മുന്നിൽ കണ്ണും തുറപ്പിച്ച് ഒറ്റ നിപ്പ്. ആര്, പുലിയോ? അവൻ വിചാരിച്ചു ഞാൻ പേടിക്കുന്നു. താൻ പേടിച്ചില്ലേ? എവിടുന്ന്? ഞാനൊന്ന് കണ്ണടിച്ച് കാണിക്കും. പുലി നാണിച്ചു പോയി. തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ആര്, താനോ? അയ്യോ, ഞാനല്ല, പുലി. ആള് കൊള്ളാമല്ലോ പാട്ടേ. ക്രൂസിന്റെ രാജാവ് തന്നെ. ഈ പുലിക്ക് ഞങ്ങളുടെ നാട്ടിലെ പൂച്ചെന്നാ പറയാ. ഏതായാലും താൻ എന്നെ ഇങ്ങനെ ക്രൂസ് അടിച്ച് പഠിച്ചല്ലോ. തനിക്ക് ഞാനൊരു വിദ്യ കാണിച്ചു തരാം. ഇതൊരു 10 പൈസ തൊട്ടല്ലേ? സംശയമില്ലല്ലോ. ഇത് തന്റെ നെറ്റിക്ക് ഇങ്ങനെ വയ്ക്കും. ഇത് താൻ കൈ കൊണ്ട് തൊടാതെ എടുക്കണം. പറ്റുമോ? കൈ കൊണ്ട് തൊടരുത്. വെച്ചു എടുക്ക. കൈ കൊണ്ട് തൊടരുത്. താൻ ആള് കൊള്ളാമല്ലോ മാഷേ.
മാഷോ? ആ ആ പിടിച്ചോ 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 നോക്കി പിടിച്ചോ. ആ എന്റെ അമ്മേ, എന്റെ കർത്താവേ, നീ എന്നെ കൊണ്ട് പോ. അമ്മേ, എന്റെ കർത്താവേ. ആ ഇതാ കിടക്കണം. എന്റെ കർത്താവേ, എന്തൊരു കഷ്ടം അത്. എങ്ങനെയുണ്ട് ഒരു മണി? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ചിറ്റിക്കണേ? മണി ആകാശത്തോണ്ടാ കെട്ടി വെക്ക. എന്റെ അമ്മേ, ഇതിലും വേഗം വല്ല കൂലിപ്പണിക്ക് പോവാ. സൂക്ഷിച്ച്. പഴയ കമ്പിയാ, നമ്മുടെ സൗകര്യത്തിനൊന്നും നിന്നൊന്നും വരില്ല. തന്നെ ഒരുപാടൊന്നും അറിയില്ല, ചുമ്മാ ഒരു രസത്തിന്. ഏയ് രസത്തിനൊന്നും അല്ല, അസലായിട്ടുണ്ട്. ചെറുപ്പത്തിൽ ചവിട്ടർമണി ഓ വായിക്കുമായിരുന്നു. പിന്നെ വയലും വായിക്കാനും അറിയാം. വയലിനും വായിക്കുവോ? ആ ഒരു മിനിറ്റ്. വയലിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപകരണം. പക്ഷെ ഞാനിതെങ്ങനെ ഉപയോഗിക്കാറില്ല. താനിതൊന്ന് വായിച്ചേ.
വെരി ഗുഡ്, വളരെ നന്നായിരിക്കുന്നു. കുറച്ചു നേരം മനസ്സുകൊണ്ട് ഞാൻ എവിടേക്കോ പോയി. സ്വയം മറക്കുന്ന ചില നിമിഷങ്ങളാ സംഗീതം കൊണ്ട് കിട്ടുന്നത്. വരൂ. അല്ല, ഈ വേലയൊക്കെ കയ്യിലിരുന്നിട്ടും താനെന്തര ഈ കൂലിപ്പണിക്ക് നടക്കുന്നത്? മ്യൂസിക് എന്തുകൊണ്ട് തനിക്കൊരു പ്രൊഫഷൻ ആക്കിക്കൂടാ? അത്രയ്ക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്കൊന്നും ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടുമില്ല. ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. വല്ലപ്പോഴുമൊക്കെ മറ്റു കുട്ടികളോടൊപ്പം പള്ളിയിൽ കൊയർ പാടാൻ പോകുമായിരുന്നു. എന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങളുടെ ഫാദറിന് എന്നോട് താല്പര്യം തോന്നി. അദ്ദേഹമാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത്. പിന്നീട് വളർന്നപ്പോ, അനാഥാലയം വിട്ട് വെളിയിൽ വന്നപ്പോ ജീവിതത്തിന് മുമ്പിൽ സംഗീതം മറന്നു. കുറെ കാലമായി ഒരുപാട് ചുറ്റിക്കറങ്ങി. പരിചയിച്ചൊരു തൊഴിലോ പരിചയമുള്ള ആളുകളോ എനിക്കില്ലായിരുന്നു. ഒടുവിൽ വിശന്നപ്പോ ആരോഗ്യമുള്ളതുകൊണ്ട് കൂലിപ്പണിക്കിറങ്ങി. കേട്ടോ ലൂയിസേ, തന്റെ കഥ കേട്ടതുകൊണ്ടല്ല, എനിക്കറിയില്ല, തന്നോട് എന്തോ ഒരിഷ്ടം. ഒരുപാട് കാലമായിട്ട് ഒരു അടുപ്പമുള്ളതുപോലെ. വലിയ കുഴപ്പമില്ലല്ലേ? ഏയ്, ഉഷാറായിട്ടുണ്ട്. തനിക്കിതൊന്നും പാകമാവുമെന്ന് വിചാരിച്ചതല്ല. പണ്ട് സെമിനാറിൽ നിന്ന് ടൂറിന് പോയപ്പോ ഒരു തമാശയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വെറുതെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടെന്തിനാ? ഒക്കെ താൻ ഉപയോഗിച്ചോ. ഇരിക്കാം. അല്പം വൈൻ കഴിക്കല്ലേ? ഇന്ന് തന്നെ കണ്ടപ്പോ, താൻ തന്റെ കഥ പറഞ്ഞപ്പോ അറിയാതെ ഞാനിങ്ങ് എക്സൈറ്റഡ് ആയി. കഥ മുഴുവനായില്ല കേട്ടോ. ഒരിക്കൽ അനാഥാലയത്തിലെ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്ത്രീ വന്നു. പട്ടുസാരി ഉടുത്ത, മുടി ബോബ് ചെയ്ത ഒരു സൊസൈറ്റി ലേഡി. അന്ന് സ്റ്റേജിൽ ഞാൻ വയലിൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ടു മുമ്പിലിരുന്ന് അവരെന്നെ തുറച്ചു നോക്കി. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ അരികിൽ വന്ന് അവരെന്നെ മോനെ എന്ന് വിളിച്ചു. അമ്മേ എന്ന് തിരിച്ചു വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തോ അവരോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത്. അവരാണ് എന്റെ അമ്മ. കേട്ടോ ലൂയിസേ, ഈ പള്ളിക്ക് പുറത്തു നിന്ന്, അതായത് ഈ കാനഡയിൽ നിന്നും മറ്റും ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ഈ ചാരിറ്റീസിന് വേണ്ടിയിട്ടാണ് അധികവും. കൂട്ടത്തിൽ ഇവിടുത്തെ കോൺവെന്റിലെ സിസ്റ്റേഴ്സും അന്തേവാസികളും ചേർന്ന് ഈ ഡോൾസ് ഉണ്ടാക്കുക, എംബ്രോയിഡറി തുന്നുക, അതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അക്കൂട്ടത്തിൽ നമ്മുടെ ചില പാട്ടുകളൊക്കെ കാസറ്റിലാക്കി അങ്ങോട്ട് അയക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ തന്നെയാണ് എഴുതുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്താലും അത് ഈ പള്ളിപ്പാട്ടിന്റെ ഒരു സ്റ്റൈലേ ആവും. താൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഷ്കരിക്കാം. തനിക്കൊന്നൊരു എക്സ്പീരിയൻസ് ആവും. എന്താ, എന്തു പറയുന്നു? അച്ഛന്റെ ഇഷ്ടം പോലെ. ആ,
അപ്പോഴേ നാളെ മുതൽ എന്റെ കൂടെ ലൂയിസും ഉണ്ടാവും ഇവിടെ. എന്താ ആഹാരം വേണമെന്ന് ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്റെ ചുമതലയാ. മനസ്സിലായില്ലേ? Cheers. നശിപ്പിച്ചോ, എല്ലാം നശിപ്പിച്ചോ. എന്നും അതല്ലേ പതിവുള്ളൂ. എന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അത് പക്ഷേ സ്വന്തം വീട്ടിൽ മതി. ഇത് ഞാനും എന്റെ മോനും കൂടി ഗതികെട്ട് ഇറന്നു വാങ്ങിയ സ്ഥലമാ. ഇവിടെ കയറി ഭരിക്കാൻ വരണ്ട. ഞാൻ നിന്റെ കെട്ടിയവനാ, അത് നീ മറക്കണ്ട. കെട്ടിയവൻ മുടിപ്പിക്കാനും കുത്തിക്കവരാനും മാത്രമായിട്ട് തോന്നുമ്പോ കയറി വരും. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കയറി വരും. നിന്ന് കിണങ്ങണ്ട കാശ് എടുത്തതാ, എനിക്ക് വേറെ ജോലിയുണ്ട്. ചോദിക്കുമ്പോ എടുത്തു തരാനേ സമ്പാദിച്ച് കെട്ടി വെച്ചിരിക്കല്ലേ ഇവിടെ. ഒറ്റ പൈസ ഞാൻ തരില്ല. ചവിട്ടി ഞാൻ പാലും മുട്ട വിറ്റിട്ട് കാശ് നേടി കുഴിച്ചു മൂടിയോ എന്ന് തന്നെ വെച്ചോ. രാത്രിയും പകലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതേ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കളയാനല്ല. അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. മനസ്സില്ല തരാൻ. കഴിവണവളെ, എന്നോട് കാശ് ഭരിക്കാൻ ഞാൻ നോക്കട്ടെ. നീ കാശ് തരുന്നില്ലേ? കൊണ്ടുപോയി കാശ്. ലാസറേ, എന്താ ലാസറേ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാ കേട്ടോ. ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അച്ചു? എനിക്ക് ഇച്ചിരി കാശ് വേണമെങ്കിൽ കാല് പിടിക്കണോ? എപ്പോഴും നീ ഇങ്ങനെ വന്ന് കാശ് ചോദിച്ചാൽ അവളെ ഇവിടെ നിർത്തി തരാനല്ല ലാസറേ. നീ അവൾക്ക് ചെലവിനോ കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കൂടെ സമ്മതിക്കില്ലാന്ന് വെച്ചാൽ അച്ഛൻ ഈ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഈ ഒരുമ്പൊട്ടുള്ള കയ്യിൽ നിന്ന് എങ്ങനെ കാശ് മേടിക്കണമെന്ന് എനിക്കറിയാം. ലാസറേ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിക്കരുത്, കേട്ടില്ലേ? നിനക്കിപ്പോ എന്താ ലാസറേ വേണ്ടത്? പണം, അത്രല്ലേ ഉള്ളൂ? ഇതോ കൊണ്ടുപോയി തിന്ന. കർത്താവിനെ ഓർത്ത് നീ ഇനി വഴക്കിനും പുക്കാരനും വരരുത്. പോ. ഞാനങ്ങനെ ഒഴിഞ്ഞുപോയി ആരും കരുതണ്ട. നീ പോ ലാസറേ, പോ. ഞാൻ ഇനിയും വരും. പോം. നീ ഉടുപ്പിട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓരോ തവണ വഴക്കും ഭീഷണിയായിട്ട് വരുമ്പോ അച്ഛനിങ്ങനെ പണം കൊടുക്കാൻ ഇരുന്നിട്ടാ. നീ അതൊന്നും സാരമാക്കണ്ട മേരിക്കുട്ടി. പണം പൊക്കോട്ടെ, എന്നാലും അത്ര സ്വൈര്യം ഉണ്ടാവില്ലോ. ഇനി ഇത് ആവർത്തിച്ചാലല്ലേ, അപ്പൊ നോക്കാം. ഞാൻ കൂടെ മുൻകൈ എടുത്ത് നടത്തി കൊടുത്ത കല്യാണ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ആ ലാസർ ഉള്ള മുതൽ മുഴുവൻ മുടിപ്പിച്ചു. ചേച്ചിയെ മാത്രമല്ല അനിയത്തെയും കൂടെ നശിപ്പിക്കുമെന്നുള്ള പുറപ്പാടായപ്പോ പാവം തെരേസ രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ. കന്യാസ്ത്രീ ആവാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടുള്ള മടുപ്പാവും. പെട്ടെന്നായിരുന്നു തീരുമാനവും. അപ്പോ അവരുടെ അപ്പനും അമ്മയൊക്കെ? അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. പിന്നുള്ളത് അപ്പൻ പയലിച്ചേട്ടൻ, ഒരു പഞ്ചപാവം. പൊന്നുപോലെ വളർത്തിയ പെമ്മക്കള് കണ്ണുമ്പി വെച്ച് നരയിക്കുന്നത് കണ്ട് എതിർക്കാൻ ത്രാണിയില്ലാണ്ട് അയാൾ നാട് വിട്ടു. മരുമോൻ തല്ലിയിറക്കുകയാണെന്നും പറയാം. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കർത്താവിന് മാത്രം അറിയാം. ആ ലാസറിനെ കൊണ്ട് പൊറുതി കൂട്ടിയപ്പോഴാ പാവം മേരി വാടക വീട്ടിൽ നിന്ന് കുട്ടനെയും കൊണ്ട് ഒളിച്ചോടി പോകുന്നത്. പിന്നെ പല്ലുവക സ്ഥലത്ത് ഞാനാ താമസിക്കാൻ ഏർപ്പാടാക്കിയത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാ ആ വീട് കെട്ടിയതും പശുവിനെ വാങ്ങിച്ചതും ഒക്കെ. ചാണകം വാരിയിട്ടായാലും പാല് വെച്ചിട്ടായാലും ബാങ്കിലെ കടം വീട്ടണം, നിത്യവൃത്തി കഴിക്കണം. അതിനാ പാവം കിടന്ന് ശ്വാസം മുട്ടുക. അതിനിടയില അവന്റെ ഒരു എന്നും കണ്ണീരോടെ അവള് വനിയെത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ എന്തെങ്കിലും അവരുടെ വിളി കേൾക്കും. എന്താടാ ഇത്ര വേഗം മടങ്ങിയേ? കെട്ടിയുള്ള സർക്കാരൊക്കെ കഴിഞ്ഞോ? സൽക്കാരം ഞാൻ തൊടുത്ത അവൾക്ക് അറപ്പാണെന്ന് പട്ടി കഴിവറടാ മകള്. അല്ലെങ്കിൽ അവളുടെ അടുത്ത് ചെല്ലുമ്പോ നീ വെറും തൃണല്ലേടാ. ഇറങ്ങി പോവാൻ പറഞ്ഞ തൊലിഞ്ഞ മോന്തായിട്ട് ഇങ്ങോട്ട് പോരും. നീ എന്റെ അരുതിനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ വേറെ വർത്താനം പറഞ്ഞാനെ. എനിക്ക് അവളെ വേണ്ടതേ. പക്ഷെ ചില്ലുവാനം കിട്ടാതെ ലാസർ പണിക്ക് പുറത്തിറങ്ങത്തില്ല. അത് കളാ. പെമ്പർന്നോരുടെ അടുത്ത് പൂത്ത 100 നോട്ട് ഒത്തിരിയുള്ള ലക്ഷമുണ്ടല്ലോടാ. കണ്ണും പിടി കാട്ടിയപ്പോ അച്ഛനടുത്തത് ഇപ്പൊ രക്ഷാധികാരി ആയാളാണല്ലോ. നിക്ക് കാശ് കിട്ടിയപ്പോ ഒറ്റയ്ക്ക് അങ്ങോട്ട് പൂശാന്ന് വിചാരിച്ചല്ലേ? കുടുംബ സ്നേഹം ഇല്ലാത്തവനെ. ആ വണ്ടി പോട്ടെ, ഓട്ടേ വണ്ടി ചാരാശേപിക്കല് പോട്ടെ. പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെ പാടിയാലും അത് പള്ളിപ്പാട്ടയാവും. ഇത് താഴ്ന്നു നോക്കാം.
എടാ മോനെ, പറയുമ്പോ നീ മീശ ഉറപ്പിച്ചോണ്ട് ഒരു കാര്യമില്ല. പെണ്ണ് കെട്ടിയെങ്കിൽ കെട്ടിയ പെണ്ണിനെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ളവനാണ് കെട്ടിയവൻ. മാമോദിസ വെള്ളം തലയിൽ വീണ സത്യക്രിസ്ത്യാനികളാണ് നമ്മള്. നിനക്കാ പേടിയില്ലെങ്കിൽ ഞാൻ പേടിക്കണം. സഭയുടെ മുമ്പിലേ എനിക്കൊരു നിലയും വിലയുള്ളതാ. കൂടെ പറഞ്ഞവന്റെ കെട്ടിയവള് വല്ലവന്റെയും കൂടി അഴിഞ്ഞാടാ. താൻ പറയാതെ തന്നെ കാര്യങ്ങളെ കിടപ്പിയാ അറിയുന്നുണ്ട്. അറിയണ്ട്. എന്നാ മൂടി പൊറിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഒരുമാതിരി ചൊറിഞ്ഞ് വർത്താനം പറഞ്ഞോണ്ടല്ലോ. അപ്പൊ ചൊറിയുന്നുണ്ട്. ഈ ചൊറിച്ചിൽ എന്താ നീ മറ്റവരോട് കാണിക്കാത്തെ? അതിന് ഞാൻ എന്താ വേണമെന്നാ പറഞ്ഞു തരാം. ഈ ഒഴിക്ക് അപ്പച്ചൻ മഠത്തിൽ എന്നെ അന്വേഷിച്ചു വന്നത്. ഞാൻ പറഞ്ഞപ്പോഴാ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൂപ്പന്റെ പൊന്നുമോനെ, അപ്പൂപ്പനെ അറിയോടാ? വലിച്ചേട്ടാ, താൻ വന്നു എന്നറിഞ്ഞപ്പോ ആ ക്ഷണം ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നു. ആ കാര്യമൊക്കെ കൊള്ളാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇത്രയും കാലം ഈ പിള്ളേര് തൂക്കിയ കണ്ണീര് കാണാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവരെ ദണ്ഡിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള ഉദ്ദേശമാണെങ്കിൽ വയസ്സിന് മൂത്തതാണെന്നൊന്നും നോക്കൂല, ചുട്ട പെടയാൻ വെച്ച് തരും. ആ ഇല്ല, ഇനി എന്റെ മക്കളെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ആ വർഷങ്ങളായി കാണാതിരുന്ന അപ്പം തിരിച്ചു വന്നപ്പോ സന്തോഷിക്കേണ്ടതിന് വേറെ രണ്ടുപേരും കൂടെ ഒന്ന് കരയാ. ഇവരിപ്പോ അപ്പനായി, മക്കളായി, പേരക്കുട്ടിയായി. കളരിക്ക് പുറത്ത് നമ്മളെന്തിനാ വെറുതെ? ആ വാ വലിച്ചേട്ടാ, പള്ളിയിലേക്ക് വരണം. അപ്പൂപ്പന് ഇതുപോലെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയോ? അപ്പൂപ്പന് പറ്റൂല മോനെ. ഈ അപ്പൂപ്പന് ഒന്നും അറിഞ്ഞൂടാ. നേരാ കൂട്ട, അറിയാനുള്ള മിടുക്കുണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പന് ഈ പെടാപ്പാട് മുഴുവൻ പെടുവായിരുന്നു. അപ്പൂപ്പന് ഒന്നും അറിഞ്ഞൂടാ. അപ്പൂപ്പ, ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത് അപ്പൂപ്പന്റെ താടിയാ? അതെ മോനെ. അപ്പൂപ്പന്റെ താടി, അപ്പൂപ്പൻ താടി. ഒരു ക്ലാസ് എടുത്തിട്ട് വേടാ. എനിക്കിപ്പോ മനസ്സില്ല. പറ്റി കഴിവണവൻ അനുസരണ തൊട്ട് നിന്നിട്ടുള്ളൂ നോക്കി. അതെങ്ങനെ വളർത്തിന്റെ ഉടവശേഷം കാണിക്കായിരിക്കൂ. അയ്യോ, ഇതെന്ത് പറ്റി? ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞത്. അങ്ങ് അകത്ത് കയറി ഇരിക്കോ കിടക്കോ എന്ത് വേണേ ആകാമായിരുന്നല്ലോ. അല്ല, നാലാളെ അറിയിച്ചാൽ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന കട്ടിലെടുത്ത് പുറത്തോട്ടിടടി. അല്ല കൂടുതൽ സൗകര്യം. അനാവശ്യം പറയുന്നു. പട്ടി, നിനക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ കെട്ടിയോളെ കുറിച്ച് എങ്ങനെ ധരിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. കെട്ടിയവനാണെന്ന് പറഞ്ഞ് ലോകം ഭരിച്ച് നടന്നാ പോരാ. ഈ സ്ത്രീയും കുട്ടിയും അങ്ങനെ ഇവിടെ കഴിയുന്നു താൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്റെ പരിധിയിലെ കഴിയുന്ന നീ നാട് മുഴുവൻ പാട്ടാ. അത് അറിഞ്ഞിട്ട് തന്നെ ഞാനിങ്ങോട്ട് വന്നത്. ദാസരെ പോക്കിരുത്തരം പറയരുത്. പോക്കിരുത്തരം പോലും. ഒരു പെണ്ണും കൊച്ചും താമസിക്കുന്ന പുരയിലെ വരത്തൻ. നിനക്കെന്താ ഇവിടെ കാര്യം? അതെ, ഞാനാ തീരുമാനിക്കേണ്ടത് ഈ പുറയിൽ ആർക്കാ കാര്യം. എടി ഒരുമ്പിട്ടോളെ, നീ അതേ പറയുള്ളൂ. എനിക്കറിയാം. നിന്നെ ഞാൻ ഇനി മേലെ നീ പഠിക്കരുത്. നിന്റെ അനുവാദം ഏത് പട്ടിക്ക് വരടി? ഒരു പെണ്ണിന് സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. ഇനി മേലെ ഇവിടെ കാലുകുത്തിയ നീ അത്രക്കായി. നിന്നെ ഞാൻ ദാസരെ മോനെ, നീ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. വേച്ചില്ലേ വിട്ടു. വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ.
ഞാൻ പൊക്കോളാം. പക്ഷെ ഈ കൂത്താട്ടത്തിന് നാട്ടുകാരെ കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് എനിക്കത് കാണണം. അച്ഛൻ വേണേ കുറവിടിച്ചു കൊടുത്തു. എത്ര നാളത്തേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. എടീ, ഞാൻ ഇനിയും വരും. കല്ലും കൊണ്ട് നാണല്ലാതെ വന്നിരിക്കുന്നല്ലേ? എന്തിനാടാ നീയൊക്കെ ആണാണെന്ന് പറഞ്ഞ് നടക്കണേ? ഇയാളുടെ വർത്താനം കേട്ടത്തൊന്നും ഞാൻ വരെ പോകാനാണെന്ന്. ആ നശിച്ച അച്ഛൻ വന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനവനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയനെ. അയാൾ ആ വരുത്തിനെ തലേ കയറ്റി വെച്ച് നടക്കണാണുമ്പോഴേ എനിക്ക് പെരുത്തു വരുന്നേ. ഇടവക ഭരിക്കുന്ന ആളാ. തിരുവസ്ത്രം ഇട്ടുകൊണ്ട് തോന്നിവാസിന് കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അയാള് മറ്റോടത്തെ വികാരിയാണെങ്കിലേ ഞാൻ അവിടത്തെ തന്നെ കത്തിയാരാ. കണ്ണും തുറന്നു പിടിച്ച് കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കിട്ടില്ല. ഈ സഭയും നിയമം എന്നൊക്കെ പറയണതേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. നീ നോക്കിക്കോ ലാസറേ, അയാളുടെ ലോഹ ഞാൻ ഊരി വെപ്പിച്ച് അയാളെ പാട്ട പൊട്ടിച്ച് നടത്തിയില്ലെങ്കിൽ എന്നത് ഏത് കൊമ്പത്തെ അച്ഛനായാലും എനിക്ക് പുല്ല. തെമ്മാടിക്കുഴി മതി ലാസറിന്. പക്ഷെ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ആ വരത്തൻ. എടാ മോനെ, ഒല വിളിച്ചിട്ടും കൊമ്പ് കുലുക്കിയിട്ടും ഒരു കാര്യമില്ല. തലച്ചോറ് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. മനസ്സിലായോ? ഏ കാശുണ്ടല്ലോ കയ്യില്, ഷാപ്പിൽ പോയി ഒരു കുപ്പി മേടിച്ചോണ്ട് പോവാ. നമുക്ക് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് കുറച്ചു നേരം ആലോചിക്കാം. അതൊക്കെ ശരി തന്നെ. എന്നാലും ആ ലാസറുമായിട്ട് അടിപിടിക്കൊന്നും പോകണ്ടായിരുന്നു ലൂയിസെ. കടന്ന കൂട്ടി കല്ലെടുത്തിട്ട പോലായി കാര്യങ്ങൾ. നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല അച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിപ്പോയത് അബദ്ധമായത്. അവിടെ വന്ന് ബഹളം വെച്ചപ്പോ അവരിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഒഴിഞ്ഞു മാറിയതാ. പക്ഷെ നിയന്ത്രണം വിട്ടുപോയി. ആ ലാസറ് എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതക്കാരനാ. അതുകൊണ്ടാ എന്നെയും ചീത്ത വിളിച്ചോണ്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഇതൊക്കെ ആര് ചെവി കൊടുക്കാൻ പോകുന്നു? കർത്താവിനും മനസാക്ഷിക്കും നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അത് മതി. ഇത്രയും നൊമ്പരം മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല. തന്റെ അടുത്തോടെ ഒറ്റയ്ക്കെന്നൊരു കുട്ടിയെ കൊണ്ട് ജീവിതത്തോട് പൊരുതുക എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ എന്താ പറയാൻ എനിക്കറിയില്ല. എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു തരത്തില് നിങ്ങൾ ഭാഗ്യവാനാ. ആരോടും കണക്ക് പറയണ്ടല്ലോ. അതും ഒരു തോന്നല. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കും ദുഃഖം തോന്നും ചിലപ്പോൾ. മേരിക്ക് കൂട്ടിന് കുട്ടനെങ്കിലും ഉണ്ടല്ലോ. എല്ലാ ദുഃഖങ്ങളും മറക്കാൻ അവനൊരാൾ മതിയല്ലോ. എല്ലാം സഹിച്ച് പിന്നെയും പിടിച്ചു നിൽക്കുന്നത് അവന് മാത്രം ഓർത്തിട്ടോ. പക്ഷെ സഹിക്കുന്നതിനും ഒരതിരുണ്ടല്ലോ മനുഷ്യർക്ക്. നിരാശപ്പെടരുത്. ഇനിയും പിടിച്ചു നിൽക്കണം. ഇത് ഒരു ഉപദേശമല്ല, പറയാനുള്ള അവകാശവുമില്ല. എന്നാലും ഇപ്പൊ മേരി തനിച്ചില്ലെന്ന് സമാധാനിച്ചോളൂ.
വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ സമുചിതമായി കൊണ്ടാടുന്ന ഈ ദിവസം നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ വളരെ അച്ചടക്കത്തോടെ കാണുകയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം. അതൊക്കെ ഏറ്റു അച്ചോ, തുടങ്ങിയാ മതി. നാട്ടുകാരല്ലേ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ. പള്ളി ആശീർവദിച്ച് കല്യാണം കഴിച്ചൊരു പെണ്ണ് കെട്ടിയവൻ ജീവിച്ചിരിക്കെ മറ്റൊരുത്തിന്റെ കൂടെ പൊറുക്ക, അത് കണ്ട് മിണ്ടാണ്ട് കയ്യും കെട്ടി മൂക്കി നിൽക്ക. കർത്താവ് സമ്മതിക്കോ? അതിന്റെ പാപം നമുക്ക് കൂടി കിട്ടും. കെട്ടിയവൻ കൊള്ളരാത്തവനാ നിന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എന്താ ഒരു കുഴപ്പം? കുറച്ച് കള്ളുകൂടി, ഇടയ്ക്ക് പെമ്പറന്നവരും തല്ലും. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇടവകയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോ അതിന്റെ നാണക്കേട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നം. സഭ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ? അവൾക്ക് അത്രയ്ക്ക് ഇരിക്കപ്രതി ഇല്ലായിരുന്നെങ്കിലേ നമ്മളാരും പറ്റത്തില്ലായിരുന്നു. ആ വരുത്തനെ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ ലാസറിനെ അവളുടെ വീട്ടിൽ വെച്ച് അവളുടെ മുൻപിൽ വെച്ച് അവൻ തല്ലിച്ചതച്ചു.
എന്നിട്ട് അവൾ അത് നോക്കിക്കൊണ്ടുവന്നു. എന്ന് വെച്ചാ ചെന്ന് നിന്ന് കാര്യങ്ങൾ അവിടം വരെയായി. ആ അതാ പറയുന്നത്. ആ അച്ഛനതിന് കൂട്ടു നിൽക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഞാൻ കത്യാരായി പോയില്ലേ, പറഞ്ഞ ധിക്കാരാവില്ലേ? നോക്കിക്കോ, അയാൾ ഒറ്റൊരുത്തൻ ഈ ഇടവക നാറ്റിക്ക്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രമാണിമാരായിട്ട്. എന്നിട്ട് എന്താ കാര്യം? മാഷേ, ഇതൊന്ന് പിടിച്ച മാഷേ, ഞാനൊന്ന് മുള്ളട്ടെ. ഇത് എത്ര നേരായി മാഷേ ഇത്? കഴിയണ്ടേ? ഒരു ദിവസം താൻ എത്ര പ്രാവശ്യം മുള്ളും? അതിപ്പോ ഞാൻ എന്നെ നോക്കിയിട്ടില്ലല്ലോ. വാ. ഓടാ വീട്ടില് കണ്ട നാരകനെ കൂടെ നാട് വിട്ട് നടക്കാണ്. ദേഷ്യം ഉണ്ടെ നേരിട്ട് തീർത്താ മതി. ഒന്നും അറിയാത്ത കൊച്ചിനെ ഉപദ്രവിക്കരുത്. നേരിട്ട് തീർക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. മോനെ, നിന്റെ ഈ വേലി ചാരിയുള്ള കളിയുണ്ടല്ലോ, ചോദിക്കാനും പറയാനും ആര് കന്നു വിചാരിച്ചടാ? പേടിപ്പിക്കാതെ പോവാ. ചുണയുള്ള ഒറ്റക്കൊറ്റക്കൊന്ന് ചോദിക്കേ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ലാസറേ, അവന്റെ ചെവി കിട്ടിട്ട് രണ്ട് കൊടുക്കണ. കടിക്കില്ലടാ പേപ്പട്ടിയവൻ മുടിയൻ. മാഷിന്റെ അപ്പനാണല്ലോ കൊല്ലി ഞാൻ. ഇടിക്കണവനെ ഇടിച്ചോ. പട്ടിക്കുട്ടി കടിക്കില്ലടാ. എടാ മതിയടാ, ഇനി തല്ലിയ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. നിർത്ത്. എടാ, നിന്റെ അമ്മയോടെ ഒന്ന് പറഞ്ഞേക്ക്, ഇനിയെങ്കിലും അഴിഞ്ഞാട്ടം നിർത്തിയില്ലെങ്കിൽ ഞാനാ പുറകിൽ ഇരിക്കും. വാ. ഒത്തിരി നൊന്തോ? ഇല്ല, എന്തോരം തല്ല മാഷിന് കൊണ്ടത്. സാരമില്ലടോ. തനിക്ക് വല്ലതും പറ്റി? തല്ല് കൂടിക്കൊണ്ടിരുന്നപ്പോ ഞാനതാ പേടിച്ചോണ്ടിരുന്നു. കരയണ്ടടോ, ഇനി കരഞ്ഞിട്ടുണ്ട കാര്യം. താനിതൊന്നും അമ്മയോട് പറയരുത്. നമ്മള് മാത്രം അറിഞ്ഞാ മതി. നമ്മൾ കളിച്ചപ്പോ ഉരുണ്ട് വീണല്ലേ, അല്ലേടോ? പോ. അമ്മയോട് പറയരുതെന്നാ പറഞ്ഞ് എല്ലാവരും കൂടിയാ തല്ലിയെ. എന്തോരം ചോരിയാ വന്നേന്നറിയോ? മാഷ് പാവം, എന്നിട്ടും കരഞ്ഞു ഓടിയില്ല. അമ്മയെ ഒരുപാട് ചീത്ത പറഞ്ഞു. നമ്മുടെ വീട് കത്തിക്കൂ ഇത്രേ.
ഇല്ല ചേച്ചി, തെറ്റിയെന്ന ചേച്ചിയല്ല, മറ്റുള്ളവരാ. ഇത്രയും നാൾ കണ്ണീരും കഷ്ടപ്പാടുമായി ഇവിടെ കിടന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ശരിയും തെറ്റും അന്വേഷിക്കാൻ. കർത്താവേ, എന്റെ ഒരു വിധി. ജന്മം തന്ന കർത്താവിനെ മറന്ന് ന്യായം വിസ്തരിക്കുന്നവരാണ് ഇവിടെ. ചേച്ചി ധൈര്യമായിരിക്കും. ഇടവകയും കുറെ പ്രമാണിമാരും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കർത്താവ് വഴി തുറന്നു തന്നാലും ഈ നാട്ടുകാരതിന് സമ്മതിക്കില്ല മോളെ. ചേച്ചി, തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ അനുവാദമില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും. ഇതുവരെ ചോദിച്ചില്ല, അതിനൊരു ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ഇത്രയൊക്കെ കലാപമായ സ്ഥിതിക്ക് എന്താ ലൂയിസ് ഇതിന്റെ സത്യാവസ്ഥ? ഞാൻ ഇവിടം വിട്ട് പോണോ? അച്ഛനും അതാണോ പറഞ്ഞോണ്ട് വരുന്നത്? പറഞ്ഞാത്താ പോവോ? തനിക്ക് പോകാൻ പറ്റുമോ? ജീവിക്കുകയാണെന്ന് തോന്നലുണ്ടായത് സത്യത്തിൽ ഈ മലഞ്ചരവിലെത്തിപ്പെട്ടതിന് ശേഷം. അച്ഛന്റെ ദയ, പിന്നെ കുട്ടൻ, അവനോടൊപ്പം കളിക്കാനിരുന്ന് കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. എന്തിന്റെ പേരിലായാലും എനിക്കിവിടം വിട്ട് പോകാൻ വിഷമമുണ്ടച്ചു. എന്നെ നിർബന്ധിക്കരുത്. അല്ല, അതിപ്പോ മേരിയുമായി ആലോചിച്ചുറച്ച ഒരു തീരുമാനമാണോ? അല്ല, മേരിയുമായി ഞാനിതൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ അച്ഛൻ ഞാനൊരു പൊങ്ങുവരി പോലെ ഇവിടെ വന്ന് പെട്ടതാ. അച്ഛൻ അറിയാലോ, കൂട്ടിനൊരാള് വേണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അടുത്തറിഞ്ഞപ്പോ മേരി അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടപ്പോ വല്ലതും ആലോചിച്ചു പോയെങ്കിൽ അത് തെറ്റാണോ? തെറ്റാണോ അച്ഛൻ? അവൻ ചോദിച്ച കേട്ടില്ലേ? ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപിരിക്കുന്നത് തെറ്റാണ്. നിയമം എനിക്കും അറിയാം. പക്ഷെ കൂട്ടിച്ചേർക്കുമ്പോ കണക്ക് നമുക്കും പഠിക്കാമല്ലോ. അതുകൊണ്ട് ലൂയിസിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയേണ്ടത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്താ പറയേണ്ടതെന്ന്. എന്റെ അടുത്ത് വേണ്ടാട്ടോ. അച്ചോ, കുർബാന തുടങ്ങാൻ വരട്ടെ. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് തുടങ്ങിയാൽ മതി. അതെന്താണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീരുമാനിക്കാം. അത് പറ്റില്ല അച്ചോ. ആദ്യം അവളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം, എന്നിട്ട് മതി. അവളെ മാത്രം പോരാ, അവനെയും ഇതിനകത്ത് കയറരുത്. പള്ളി എന്ന് പറയുമ്പോ അതിനിത്തിരി പരിശുദ്ധിയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ സത്യക്രിസ്ത്യാനികളാ. ഈ ഇടവകയിൽ ഇത്രയും വൃത്തിയോടെ വന്നിട്ടും പള്ളിക്ക് ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അതെങ്ങനെയാ? പാലും തേനും കൊടുത്ത് പള്ളി താമസിപ്പിച്ചിരിക്കല്ലേ ആ വരത്തനെ. എന്നിട്ട് അവന്റെ തോന്നിയാസനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛനും. റാഫേൽ, പറയുമ്പോ ചൂടായിട്ട് കാര്യമില്ല അച്ചു. സഭയുടെ നിയമം അനുസരിച്ച് ഈ ഇടവകയിൽപ്പെട്ട ഒരു പെണ്ണ് കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തന്റെ കൂടെ പൊറുക്കുന്നത് സഭ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ?
അച്ഛൻ എന്താ മിണ്ടായിരിക്കുന്നേ? ചോദിച്ചതിന് സമാനം പറയണം. ഒരു വൈദികൻ എന്ന നിലയിൽ സഭയും നിയമങ്ങളും അനുശാസിക്കുന്നത് അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതിന് വിരുദ്ധമായ ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. പിന്നെ തമ്മിൽ തല്ലുകൂടി ചാകാനല്ലല്ലോ, പരസ്പരം സ്നേഹിക്കാനല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛന്റെ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ആദ്യം അന്വേഷിക്കട്ടെ, എന്നിട്ടാവാൻ തീരുമാനം. എന്തോന്ന് അന്വേഷിക്കാൻ? നാട് മുഴുവൻ പാട്ടല്ലേ അവൾ അവന്റെ കൂടെ കിടക്കുന്നത്. പത്രോസേ, ഇത് പള്ളിയാണ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഓ, ഞങ്ങൾ പറയുന്നതിലെ കുറ്റം, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അവനെ ഇനി ഇടവകയെ കയറ്റരുത്. അവളെ സഭയിൽ നിന്ന് പുറത്താക്കി തെമ്മാടികൾ കൊടുക്കണം. കഴിഞ്ഞോ? ശിക്ഷ വിധിച്ചു കഴിഞ്ഞോ? ഞാൻ തുമ്മുന്നോ അനങ്ങുന്നോ ഒക്കെ അന്വേഷിക്കാൻ ഇപ്പൊ എത്ര ആൾക്കാരാ? ഈ നാട്ടുകാരെല്ലാം മുമ്പ് എവിടെയായിരുന്നു? കള്ളും കുടിച്ചോണ്ട് വന്ന് ചവിട്ടും തൊഴിക്കൊക്കെ ചെയ്യുമ്പോ മേരി,
ഇതാ വീട് താക്കോല്. ആളും മനുഷ്യരും സ്ഥലത്തുണ്ടായി എനിക്ക് മനസ്സിനൊരു സമാധാനമാണ്. സാധനങ്ങളൊക്കെയാ ഇനി പോയി കൊണ്ടുവരണം. ആ, ആ. സ്ഥലമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടാവാന്ന് കരുതി. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുമ്പ് താമസിച്ചിരുന്നവര് മുഴുവൻ സാധനങ്ങൾ കൊണ്ടുപോയില്ല. എന്താ മുടി ഇങ്ങനെ? അതെ, മേരിക്ക് ടൈഫോയിഡ് എന്നൊരു സൂക്കേട് വന്നു. ടൈഫോയിഡേ എന്നും ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് രോഗ. കഷ്ടകാലം എല്ലാവർക്കും ഉണ്ട്. ഈ വയസ്സിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം സഹിച്ചു. ഒരു കൊച്ചുള്ള മലയോരത്തിൽ കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് ജീവിക്കാന്ന് ഇവള് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ഇപ്പോഴേ ഉള്ളതൊക്കെ വിറ്റ് വെറുക്കാനത്തുള്ളൂ. പൊന്നു വിളയുന്ന മണ്ണ. ഇപ്പോ സ്ഥലത്തിനൊക്കെ വില കൂടി. ഞങ്ങള് വരുന്ന കാലത്തെ കാട്ടാലം മേഞ്ഞ് നടന്നിരുന്ന സ്ഥലമായി. വേണ്ടത് എടുത്തോളാൻ പറഞ്ഞു കോലൊക്കെ തമ്പറി. കാട് വെട്ടി ആളുകൾക്ക് വഴി നടക്കാറായിപ്പോ പാവം എന്റെ അധിയാൻ വീണുപോയി. അപ്പോ ചേട്ടത്തിക്ക് മക്കളാരുണ്ട്? ഉണ്ടായിരുന്നു മോളെ. ഒന്നിനോളം പോന്ന 2 ആമക്കളുണ്ടായിരുന്നു. ഒക്കേത്തിന് കർത്താവ് അങ്ങ് തിരിച്ചു പിടിച്ചു. ഇനിയിപ്പോ ഞാൻ മാത്രം ബാക്കി. അഡ്വാൻസാ? എന്റെ ഗതികേടോണ്ടാ ഞാനിത് വാങ്ങുന്നു. മോളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചു. ഞാൻ ദേ അപ്പുറത്തുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി നല്ലൊരു കുടുംബാണെന്ന്. മക്കളെ, ടൗണിൽ വെച്ച അപ്പനെ കണ്ടത്. ഇവരൊന്നും അറിയാഞ്ഞോണ്ട് വിഷമിച്ചിരിക്കായിരുന്നു അത്രേ. ഞാൻ വിളിച്ചപ്പോ വരാനൊരു മടി. ഇവിടെ സുഖമാണോ മോളെ? ഉപദ്രവമൊന്നുമില്ല. പിന്നെ ഇവിടെ ആയതുകൊണ്ട് മനസ്സമാധാനമെങ്കിലും ഉണ്ട്. നേരം വൈകിയപ്പോ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്തു പറ്റി? ടൗണിൽ വെച്ച ഒരാളെ പരിചയപ്പെട്ടു. അയാൾ തൽക്കാലത്തേക്ക് ഒരു ജോലി ശരിയാക്കി. നാടക കമ്പനിയില്ല. നാടകത്തിന് പിന്നണിയിൽ വയലും വായിക്കണം. ഇപ്പൊ കളി ആരംഭിക്കുന്ന സീസണാണല്ലോ. നാളത്തെ കഴിഞ്ഞ് റിഹേഴ്സലെല്ലാം പറഞ്ഞു. പ്രാക്ടീസിന് വേണ്ടി അവർ തന്ന വയലിനായത്. ഏതായാലും അറിയാവുന്ന തൊഴിൽ തന്നെ കിട്ടിയല്ലോ. വലിയ ഭാഗ്യായി. എടോ മാഷേ, താൻ പറഞ്ഞ പീപ്പി കിട്ടിയില്ല. പക്ഷെ അതിനേക്കാളും ജോറൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തുറക്ക. അപ്പച്ചന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട മോളെ, വരുന്ന വഴി ഞാനും ലൂയിസും കാപ്പി കുടിച്ചു. എനിക്ക് ഊണ് കഴിക്കാം. നേരമല്ലോ. ദേ കുളിക്കുന്നുണ്ടോ? പിന്നെ അപ്പച്ചനോ? ഓ, കുളിക്കാം. പച്ചവെള്ളത്തിൽ കുളിക്കണ്ട. ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾ പിന്നെ പുഴവെള്ളത്തിൽ കുളിച്ച് ശീലമായി പോയി. മേരി അപ്പനെ കുറിച്ച് വെള്ളം. ശബ്ദം ഉണ്ടാക്കല്ലേ മാഷേ. ശബ്ദം ഉണ്ടാക്കല്ലേ മാഷേ.
എന്താ കൂട്ടാ ഇത്? കളിതമാശ കുറെ കൂടുണ്ട് കേട്ടോ. തനിക്ക് പറഞ്ഞനുസരിച്ച് എന്താ? പറഞ്ഞനുസരിച്ച് എന്താന്ന് നല്ല ചുട്ട പടയാൻ വെച്ചരും. ഓ വെണ്ണക്കട്ടി, അപ്പോഴേക്കും കരയാൻ തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ തമാശക്ക്. എടാ കള്ളാ, മാഷിമാരുടെ പിണക്കൊക്കെ തീർന്നോ? നമ്മളൊന്നും പിണങ്ങി കൂട്ടാ. ഏയ് അമ്മയ്ക്ക് തോന്നിയതാവും. പോടാ അവിടുന്ന്. അതായത് ശരിയെന്ന്. മാഷേ, ഞാൻ പോട്ടെ. ഞാനും വരുന്നില്ല ചോദിച്ചു. അപ്പനെങ്ങോട്ടാ? അപ്പം പിന്നെ വരാം. ഞങ്ങളോട് കഴിയാൻ അപ്പോഴും പേടി. അതല്ല, ഇവിടെ വന്നപ്പോ എന്റെ മോള് തൻ്റെ ഉള്ള ഒരാളിന്റെ തണലാണെന്ന് കണ്ടപ്പോ സമാധാനം തോന്നി. ഞാൻ ഇനിയും വരും. വേളാങ്കണ്ണി പോയി കുറച്ച് ദിവസം വ്രതം ഇരിക്കണം. തിരുശേഷിപ്പിന്റെ തിരുനാളിന് ഗോവയിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പൊ ഞാനും ഉണ്ട്. ഇനി വരുമ്പോ അപ്പൂപ്പൻ മോനെ കൊണ്ടുപോയിക്കോളാം. തീർത്ഥയാത്ര മടുത്തു തോന്നുമ്പോ അപ്പൻ ഇങ്ങോട്ട് വരാം. ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം. അപ്പൂപ്പനൊരു ഉമ്മതാ മോനെ. അന്ന് പക്ഷെ നമുക്കില്ലേ? ഞാൻ പിടിക്കോ? വരട്ടെ മോനെ. അതെ. ശരി. കുട്ടാ, കുട്ടൻ അപ്പൻ്റെ കൂടെ വരണോ? ഇല്ല. അപ്പൊ പപ്പടോടെ വാങ്ങിച്ചു തരാം. വേണ്ട. കപ്പലണ്ടി കൂടെ വാങ്ങിച്ചു തരാം. വേണ്ടന്നേ. പെപ്പർ മുട്ടായി വാങ്ങിച്ചു തരാം. വേണ്ട. ഇന്ന് കൊഞ്ചാണ്ട് എടുത്തോണ്ട് വാടാതിനെ പിടിക്കേ. മാഷേ, നമ്മുടെ കുട്ടൻ കുട്ടനെന്ത് പറ്റി? ആ മനുഷ്യൻ അയാളെ പിടിച്ചോണ്ട് പോയ. ആരെ? ലാസറ? എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല. അയാളുടെ വീട്ടിലേക്കാവും.
ഏതായാലും നേരം വളർത്തട്ടെ. എന്റെ മോൻ എന്നെ പിരിഞ്ഞ് ഇതുവരെ ഒരു രാത്രി പോലും നിന്നിട്ടില്ല. അവനിപ്പോ ധൈര്യമായിട്ട് കുട്ടനൊരു ആപത്തും വരില്ല. എന്തൊക്കെയായാലും അവന്റെ അപ്പനല്ലേ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൻ കണ്ണു ചോരില്ലാത്ത വർഗം എന്ത് ചെയ്യാനും മടുക്കില്ല. നോക്ക് മേരി, കുട്ടനില്ലാതെ എനിക്കും കഴിയാൻ പറ്റില്ല. അവനിപ്പോ എന്റെ മോനല്ലേ. അപ്പോഴത്തെ വാശിക്ക് പിടിച്ചോണ്ട് വന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യ? ഈ ചെക്കനൊരു ശല്യമായി തീർന്നല്ലോ. നമ്മൾ രണ്ടുപേരും കൂടി ഈ ചെറുക്കനെ കാവലിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി പോണ്ടേ? നിനക്ക് വണ്ടി കയറണ്ടേ? അതിപ്പോ താൻ പറഞ്ഞിട്ടല്ലേ ചെക്കനെ പിടിച്ചോണ്ട് വന്നത്. താൻ കുറച്ചു ദിവസത്തേക്ക് പള്ളി പോകണ്ടാടൂ. സൂക്കേടായി കിടക്കണം, അച്ഛനോട് പറഞ്ഞേക്കണം. കപ്പ്യാട് ദിവസവും പള്ളിയിൽ പോകണമെന്ന് നിയമം വല്ല ഉണ്ടോ? ഏയ്, കപ്പ്യാർക്ക് ചന്തയിലുള്ള പണി. അവര് രണ്ടുപേരും കൂടി കരഞ്ഞ് പിഴിഞ്ഞ് ചെക്കനെ അന്വേഷിച്ച് നടക്കണത് ആലോചിക്കുമ്പോ ഒരു സുഖം. അവര് തേടി ഇവിടെ വരും. അപ്പൊ നമ്മൾ നമ്മുടെ തനി സ്വഭാവം കാണിക്കണം. ലോസറൂട്ടോ, സംഗതി കൊള്ളാം. പക്ഷെ ചെക്കനെങ്ങനെ പൊത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയല്ലേ? അവൾ എന്നോട് കാണിച്ച നെറികേട് ആലോചിക്കുമ്പോ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല. അത് നിന്റെ സ്വഭാവത്തിനും എടുക്കൊണ്ടാ അവൾ അവന്റെ കൂടെ പോയത്. പിന്നെ മറ്റടുത്ത് വർത്താനം പറയരുത്. ഓടാണത് എന്താ? ഏയ്, ഇതിപ്പോ എന്താ? അപ്പിടാനുള്ളതല്ലേ? സുഖമായിട്ടിട്ടെ. അതിന് താക്കോൽ കൂട്ടി ഞാൻ കയ്യിൽ വെച്ചിരിക്ക. പറമ്പിൽ പോയി അപ്പിട പട്ടി. ഒന്നും കൂടെ ഒഴിക്കട കാട്ട് കള്ള. ഇന്ന് എനിക്കൊന്ന് സുഖാവണം. ചെക്കൻ ചെക്കൻ മോറും. മോനെ, നീ നിക്കടാ. നാലാമത്തെ മുഴുവൻ തരാം. അപ്പനാണല്ലോ. ഓട്ടോ ഓടണേ. നീ ഒന്ന് ഓടറാ. നീ എങ്ങനെ വണ്ടി ഓടിക്കണേ? മോനെ നിക്കടാ കുട്ടാ. ഓടാനും പറ്റില്ലല്ലോ. പിടിക്കാൻ നീ പിടിക്കണോ? ഈ ചെക്കൻ കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നു. അതിന് വല്ലതും തിന്നാൻ കൊടുക്ക. എന്നിട്ടല്ലേ തിന്നടാ. എനിക്ക് വേണ്ട. തിന്നാൻ എനിക്ക് വേണ്ട. പറഞ്ഞതനുസരിക്ക്. എനിക്ക് വേണ്ട.
പട്ടിണി കിടന്ന് ചാകാനൊക്കെ തിന്നൂല. കഴിവേറാ മോനെ, നീ തിന്നുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടവനെ നിന്നെ കൊള്ളു ഞാൻ പറഞ്ഞാ നിന്നടാ എടാ മതിയുടെ ലാസറെ, ചെക്കൻ ചത്തുപോവും. മനസ്സിലാവട്ടെ. ജയിലിൽ പോയി കിടക്കാൻ നിനക്ക് പേടിയില്ലെങ്കിൽ എനിക്ക് പേടിയില്ല. പണ്ടാറടങ്ങാൻ പറഞ്ഞാ കേൾക്കണ്ട, പിന്നെ ഞാനെന്താ ചെയ്യാ? അത് ശരിയാ, നിന്റെ അല്ലേ മോൻ, അതിന്റെ ഗുണം കാണിക്കാണ്ടിരിക്കും. തുടങ്ങിയോ എന്റെ വെക്കിട്ട് കയറാൻ? ഞാനെന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ. വീട്ടിൽ ലാസറെ, നമ്മൾ തമ്മിൽ എന്തിനാ? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ, അപ്പോഴാ വീണ്ടും തെരേസ പറഞ്ഞപ്പോഴാ ഞാൻ ഇവരെ പറയുന്നത്. ഞങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാവും. ഏതായാലും അച്ഛൻ തന്നെ ഇടപെടാതെ വയ്യ. വയ്യല്ലോ, സ്വന്തം അപ്പനല്ലേ എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഞാൻ ഇടപെട്ടാല് അതിപ്പോ അതേതായാലും തൽക്കാലം വേണ്ട. എന്റെ കൂട്ടൻ ഇപ്പൊ എവിടെയാ ഒന്ന് വെക്കുക? വെക്കാനുള്ള കളിക്കണേ. ഇവിടെ ഇവിടെ വെച്ചോളൂ, അപ്പുറത്ത് അപ്പുറത്ത് വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. പക്ഷെ എന്നെ മാത്രം നീ വെക്കരുത്. അപ്പൊ ഞാൻ ദേ ഇവിടെയൊക്കെ വെച്ചു. അപ്പൊ ഞാൻ പതുക്കെ ഇവനിങ്ങനെ എടുത്തു വെച്ചു. അച്ഛൻ, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്ത് പറ്റി കപ്പിയാർക്ക്? തുള്ളപ്പനി. അച്ഛൻ ബുദ്ധിമുട്ടി, ഇത് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന്. എന്റെ അമ്മേ, തുള്ളപ്പനി അല്ലേ? അച്ഛൻ എന്താണാവോ ഈ വഴിക്ക്? ആരാത്? ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ അച്ചോ. എന്റെ മോന, അവനെ കുറച്ച് അച്ചടക്കം പഠിപ്പിക്കാ ഞാൻ. തെറ്റുണ്ടോ അച്ചു? ലാസറേ, നിന്റെ ഈ വാശിയും വൈരാഗ്യവും ഒന്നും നല്ലതല്ല. ആ കൊച്ചിനെ അതിന്റെ അമ്മയെടുത്തേക്ക് പറഞ്ഞേക്ക്. അത് തീരുമാനിക്കേണ്ടത് അവന്റെ അപ്പനാ, അച്ഛനല്ല. ചെന്ന് പറഞ്ഞേരെ, അവിടെ എടുത്തു, അവിടെ മറ്റവനെ എടുത്തു. ലാസറേ, നിനക്ക് ദേഷ്യവും വഴക്കോട്ടെ, അതിന് കൊച്ചെന്ന് വിളിച്ചു. അതിന് കിട്ടി കഷ്ടപ്പെടുന്നതിനാ. അച്ഛൻ വളാൻ സംസാരിച്ച് ചീത്തയാ നിൽക്കണ്ട. ആ ലാസറിനെ നിങ്ങൾക്കാർക്കും അറിയില്ല. തനിക്ക് ഇതിനൊന്നും പറയാനില്ല റപ്പായി. ഉണ്ട്, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാ. അച്ഛൻ ഈ പള്ളിയിൽ ചുറ്റിക്കളി നോക്കി അവിടെ ഇരുന്നാ പോരെ? താന്റെ പള്ളിയിലെ കപ്പ്യാരാ, അത് മറക്കണ്ട. അതങ്ങ് പള്ളിയില്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. നാണല്ലോ അച്ഛന് ആ ചെറ്റകളുടെ കാര്യത്തിന് വക്കാലത്ത് കൊണ്ടുവരാൻ. സൂക്ഷിച്ച് സംസാരിക്കണോ കപ്പ്യാരെ? പേടിപ്പിക്കാതെ അച്ഛോ, ഞാനും കുറച്ച് അച്ഛന്മാരോടെ പണിയെടുത്തിട്ടുള്ളതാ. അച്ചോ, ഇരുട്ട് മുമ്പ് അങ്ങ് എത്തുന്നതാ നല്ലത്. നേരം വൈകിക്കണ്ട. ചന്ദ്രകല്ലാതര പലയമ പെണ്ണ് കമ്പുമുഖം ജീവലയമ ചന്ദ്രമുഖം നരവങ്കല പരമ കളത്തുന്നിയടിപ്പിടല്ല ചന്ദ്രമുഖം നരവങ്കല പരമ കളത്തുന്നിയടിപ്പിട അല്ലടി കരുകിന വരില് പെണ്ണാകുകിനവനും പോകയുണ്ട് കല്ലടി പറ്റരും എല്ലാരാടന്തേരും നാനറിയോമത്തുമ്മിരായി ുന്ന പേരയ്ക്ക് കാരണം ചെല്ലമ്മ ഗോപക്കാരമത്തും ഇട ചന്ദനപ്പട്ടിക്ക് നാടോടക്കം പണ്ടകി കൊട്ടാരി നീടക്ക് ചന്ദന പൊട്ടിക്ക് ചന്തിക്ക് പൊട്ടിക്കു ചന്തയുണ്ടോ മറ്റും ഇട നിർത്താറായില്ലേ? കുറെ നേരമായില്ലോ തന്നെ തുടങ്ങിയിട്ട്. വയസ്സായെന്നും ഞാൻ വിചാരിക്കില്ല. തന്റെ ഈ ഉടുക്കും ഭാവൊക്കെ ഞാൻ ചവിട്ടി പിടിച്ച് അടികളയും.
മൂർഖൻ പാമ്പോ ഇയാള്? അയാൾ തെറി വിളിക്കും, ചിലപ്പോ തല്ലിയെന്നും വരും. സഹിക്കണം. കുട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കുറച്ച് ലോയം കാണിച്ചാലും തരക്കേടൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? അരിശ അടങ്ങിയതിനു ശേഷം നിന്നെ കാണുമ്പോ മറ്റൊരു ലഹരിയാണ് അയാൾക്ക് തോന്നുന്നതെങ്കിൽ അതും സഹിക്കണം. കുട്ടനാണ് പ്രശ്നം. അപ്പോ എനിക്കറിക്കുന്നത് എന്തോ ആവാന്നാവും അല്ലേ? ഞാനൊരു പ്രശ്നമല്ല എന്നല്ല, കുട്ടൻ അവനെ തിരിച്ചെടുക്കണ്ടേ? അവനേക്കാൾ വലുതായി നമുക്ക് വേറെന്താ ഉള്ളത്? അതാലോചിക്ക്. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. ഞാൻ ദാ അവിടെ ഇരിക്കാം. ചെല്ല്. അപ്പൊ നിനക്ക് കെട്ടിയവന്റെ വീട്ടിലേക്കുള്ള വഴി അറിയാം അല്ലേടി? കുട്ടൻ എവിടെ? ആ വരുത്തം തന്നെയാണോടി ഇപ്പോഴും നിന്റെ ആള്? എന്റെ മോൻ എവിടെയെന്ന്? ചെക്കൻ അവന്റെ തന്തേരെ കൂടെ പോയി സവാരിക്ക്. പിള്ളേരല്ലേ? അല്ല അത് പോട്ടെ, അവന്റെ തന്ത എന്റെ അനുജൻ തന്നെയാണോടി? മഹാഭാവി, എന്റെ മോൻ എവിടെയെന്ന് എനിക്ക് അറിയേണ്ടത്. എനിക്ക് എന്റെ മോനെ കാണണം. അക്ക കാണിച്ച നീ അവനെ ഒരു അത്യാവശ്യമായിട്ട് പോയിരിക്കുക. ചേട്ടാന്ന് വിളിക്കുമ്പോളെ വഴി വിട്ടോ. അവനിവിടെ ഇല്ലാത്ത ചക്കൻ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. നീയുണ്ട കൂടെ കുറെ കാലായി നിനക്ക് രണ്ട് തരണം എന്ന് വിചാരിച്ചിട്ട്. ഇന്നേ തരായുള്ളൂ. എന്താ എന്താ നീ ശത്രുവിനെ വേദന കൊണ്ടു. ഇതെന്താ? ഞാൻ എന്തെങ്കിലും പറയട്ടെ? പറയണെങ്കിൽ നീ കൈവിടാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. വിടറോ തെണ്ടി വിട്ടാൻ എന്തൊരു കഷ്ടം. ഒന്നും പറയാൻ പറ്റണോ? ഇടോ വിടാൻ ശ്വാസം വിട്ടുണ്ടോ? അയ്യോ ഇതിന് വേദനയാണ്. കുട്ടിയല്ലേ വേണ്ടു? ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും തിന്നോക്കളെ. എന്തിനാ ഇങ്ങനെ ചെയ്യണേ? അമ്മേ മോനെ
മേരി മേരി കരയരുത് കുട്ട, ഞാനല്ലേ പറയുന്നു, കരയരുത്. നിനക്ക് ഞാനില്ലേ? നിനക്കറിയോ, നിന്നെ കാണുന്നതിന് മുമ്പ് മാഷക്കും ആരും ഉണ്ടായിരുന്നില്ല. ആരും സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ലാതെ വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. നീ കേൾക്കണുണ്ടോ? മോഹനെന്ന് ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും വിളിക്കുന്ന കേൾക്കാൻ കാതുപുറത്ത് വളർന്നു നിന്നെ പോലത്തെ ഒരു കുട്ടി. അവന്റെ സങ്കടം നിനക്കറിയോ കുട്ട? എനിക്കറിയില്ല, ആർക്കും അറിയില്ല, ആർക്കും ഒരിക്കലും അറിയില്ല. നിനക്ക് ഞാനില്ലേ? നിനക്കും എന്നെ വേണ്ടെന്നാണ് കുട്ട? നിനക്കും എന്നെ വേണ്ടേ? എന്നെ വേണ്ടേ? എന്നെ വേണ്ടേ കുട്ട? എന്റെ മോനെ